മാതാവിന് ക്യാൻസർ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്ത് ക്യാൻസർ ആയിരുന്നു? ക്യാൻസർ എന്ന് പറയുന്നത് ഇന്നും മലയാളികൾക്ക് ഒരു അസുഖമായിട്ടാണ് നമ്മളിപ്പോഴും കാണുന്നത്. അത് വളരെ തെറ്റാണ്. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു 20-30 സബ് ടൈപ്സ് ഉള്ള ഒരു വിഭാഗമാണ്. ഈ സബ് ടൈപ്സ് എന്ന് പറയുമ്പം ബ്രസ്റ്റ് ക്യാൻസർ ഒന്നാണ്, ഓവറിയൻ ക്യാൻസർ വേറെയാണ്, ബ്രെയിൻ ക്യാൻസർ വേറെയാണ്, പാൻക്രിയാറ്റിക് ക്യാൻസർ വേറെയാണ്, കോളൻ ക്യാൻസർ വേറെയാണ്. അങ്ങനെ ഒരു 30ഓളം ക്യാൻസറുകൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ക്ലാസിഫൈഡ് ആയിട്ടുണ്ട്. അതുകൂടാതെ ഈ ഓരോ ക്യാൻസറിലും, ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ ഒരു 10 വിഭാഗം ഉണ്ടാവും. അതായത് ഹോർമോൺ പോസിറ്റീവ് വേറെ ഉണ്ടാവും, HER2 നെഗറ്റീവ് ഉണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, അമ്മയ്ക്ക് ഏത് ക്യാൻസറാണോ വന്നത്? സ്തനാർബുദമാണോ വന്നത്? ഉദരാശയ ക്യാൻസറാണോ വന്നത്? അണ്ഡാശയ ക്യാൻസറാണോ വന്നത്? ഇതിൽ ഏത് ഉപവിഭാഗമാണ് വന്നത്? ഹോർമോൺ പോസിറ്റീവ് ആണോ വന്നത്? ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കട്ടി കൂടിയ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, ശക്തി കൂടിയ, അതാണോ വന്നത്? ഇതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അടുത്ത ചോദ്യം, അമ്മയ്ക്ക് ഏത് പ്രായത്തിലാണ് ഈ ക്യാൻസർ വന്നതാണ്? 35 വയസ്സിൽ ക്യാൻസർ വരുന്നതും 75 വയസ്സിൽ ക്യാൻസർ വരുന്നതും വളരെ വ്യത്യാസമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, 45 വയസ്സിന് താഴെയുള്ള ക്യാൻസറുകൾ അഗ്രസീവ് ക്യാൻസറുകളും ജനറ്റിക്കലി തന്നെ അതിൻ്റെ പിന്നിൽ ചില മ്യൂട്ടേഷൻസ് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. അതേസമയം 45 വയസ്സിന് ശേഷം, പൊതുവെ 65 വയസ്സിന് ശേഷം ഉണ്ടാവുന്ന ക്യാൻസറുകൾ നമ്മളുടെ പ്രായാധിക്യം കൊണ്ട് തന്നെ ജനിതകപരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ക്യാൻസറുകളിലായിട്ടാണ് കണ്ടുവരുന്നത്.